തുടങ്ങിയ വികാരങ്ങൾ സമൂഹത്തിൽ വേണം എന്നുള്ള കാര്യങ്ങൾ ആണ് ഇപ്പോൾ ഈ ചടങ്ങിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉസ്മാൻ്റെ കാരുണ്യം, അതുപോലെ തന്നെ മാനുക്ക അതിൻ്റെ ഒപ്പം തന്നെ ആളുകളെ കണ്ടെത്തി അത് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് കൊടുക്കുക എന്നുള്ള ആ ഘട്ടം, ആ ഭാഗം അത് നല്ല രീതിയിൽ നമ്മൾ ചെയ്തു പോകുന്നു. അതുപോലെ സമൂഹത്തിൽ കരുണയും അതുപോലെ തന്നെ സ്നേഹം, ദയ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ സമൂഹത്തിൽ നമ്മൾ നിലനിൽപ്പുണ്ടാകുള്ളൂ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ്. മാത്രമല്ല ഇപ്പോൾ നേരത്തെ ഉസ്മാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഉപ്പാൻ്റെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. അത് നമ്മളെ വളരെയധികം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇടുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ചെറിയൊരു വിങ്ങൽ നമുക്കുണ്ട്. അപ്പോൾ ഒന്നും തന്നെ നമ്മളിവിടെ നിന്ന് കൊണ്ടുപോകുന്നില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തൽ ഇത്തരം കരുണയുടെ ഉറവിടങ്ങളാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തൽ. ഇപ്പോൾ ഉസ്മാൻ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തലാണ് ഈ ചെയ്യുന്ന എന്താ പറയുക സഹായങ്ങൾ, മനുഷ്യന് ചെയ്യുന്ന സഹജീവിക്ക് ചെയ്യുന്ന സഹായങ്ങൾ. ഇനിയും ഇത്തരം കുറേയേറെ സഹായങ്ങൾ ചെയ്യാൻ ഉസ്മാന് കഴിയട്ടെ. അതിന് സഹായിക്കാൻ മാനുവിനെ പോലുള്ള വളരെയധികം എന്താ പറയുക മനസ്സ് നല്ലതായ ആളുകൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ഞാൻ ഈ വേളയിൽ ആശംസിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ശരി സാർ, താങ്ക്സ്. ഇനി കൊറോണ നമുക്ക് ബാധിക്കൂല. നല്ല കാര്യം. ഞാനിപ്പോൾ ഉള്ളത് പുന്നൂർക്കുളം പഞ്ചായത്തിൽ 1-ാം വാർഡിൽ തങ്ങൾപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇന്ന് നമുക്കൊക്കെ 2021 പുതുവത്സരാശംസകൾ നേരിടുകയാണ് നിങ്ങൾക്കൊക്കെ. കാരണം ഇനി ഈ 2021 നമുക്കൊക്കെ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ആദ്യം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, പടച്ചമ്പുരാനോട്. ഇന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ക ഇവിടെ ഒരുപാട് കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ സ്ഥലം നൽകിയിട്ടുള്ളത്. ആ സ്ഥലത്തിൻ്റെ ചടങ്ങാണ് ഇവിടെ. ഈ നല്ലൊരു ദിവസം ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അന്ത്യം ഉറങ്ങാൻ ഒരു വഴിയൊരുക്കി കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ക തങ്ങൾപ്പടിയിലുള്ള. അത് സ്വന്തമല്ല, അദ്ദേഹം ഒരു മാസം മുമ്പ് ഇവിടെ വെള്ളത്തിന് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. വെള്ളം ഇല്ലാത്ത ഏരിയ ആയിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഖാനോട് എൻ്റെ കൂടെ എൻ്റെ അനിയൻ പ്രമോദ് ഉസ്മാൻ ഖാനോട് വിശേഷങ്ങൾ ഇങ്ങനെ ഒരു വെള്ളത്തിന് സൗകര്യം നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞാൽ ഉസ്മാൻ ഖാൻ വലിയ ഭാഗ്യമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വലിയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടിൻ്റെ മുറ്റത്ത് കിണർ കളച്ചു കൊടുത്ത് അതിലുള്ള എല്ലാ സൗകര്യം ചെയ്ത് ഏകദേശം 100-200 കുടുംബങ്ങളിലേക്കാണ് വെള്ള സൗകര്യം ചെയ്തു കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹത്തിനോട് ക്യാമറമാൻ ചോദിച്ച് നിങ്ങളിത് കൊടുക്കാനുള്ള പ്രചോദനം എന്താണ്? അദ്ദേഹം പറഞ്ഞത് എൻ്റെ വാപ്പ മരിച്ചു പോയിട്ട് 11 വർഷമായി, എനിക്കൊന്നും എൻ്റെ വാപ്പ കൊണ്ടുപോയിട്ടില്ല, അദ്ദേഹം സമ്പാദിച്ചൊക്കെ ഇവിടെ ഇട്ടിട്ടാണ് പോയത്. പക്ഷേ ഞാനും പോവും, ആരും ഇവിടെ നിൽക്കില്ല. പക്ഷേ എന്തെങ്കിലും നല്ല കാര്യം ചെയ്ത്, ഞങ്ങളെ വാപ്പ നല്ല കാരുണ്യം ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് യാത്ര പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു വലിയ മനസ്സാണ് അദ്ദേഹം ഇവിടെ തുറന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞ വാക്ക് പറഞ്ഞപ്പോൾ എന്തായാലും നമുക്കൊക്കെ ഒരു യാത്ര ഉണ്ട്, അവസാന യാത്ര. നമ്മളൊക്കെ കൊറോണ വന്നപ്പോൾ അകത്തിരിക്കാനും പേടിച്ചിരിക്കാനും പുറത്തിറങ്ങാതിരിക്കാനും എന്തും നമ്മളെ തടി രക്ഷപ്പെടണേ എന്നുള്ള ഒരു ഓട്ടം നമ്മളൊക്കെ ഓടിയത്, എല്ലാവരും പേടിച്ചിട്ട്. ഇനി അതിനെക്കാട്ടും വലിയൊരു രോഗം നമ്മുടെ തേടി വരും. കാരണം നമ്മുടെ സമ്പത്ത് നമ്മൾ മറ്റുള്ളവരും കൂടി കൊടുക്കുമ്പോഴേ നമുക്കതിന് കാവലുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇറ്റാലിയിലൊക്കെ പണം വലിച്ചെറിഞ്ഞ മാതിരി നമ്മൾ നാളെ എൻ്റെ സമ്പത്തൊക്കെ ആരെങ്കിലും എടുത്തോളൂ, എനിക്ക് സമ്പത്തൊന്നും വേണ്ട, എൻ്റെ ജീവൻ കിട്ടിയാൽ മതി എന്നുള്ള ഒരു വലിയ മെസ്സേജ് നമ്മൾ ജനങ്ങളുടെ മുന്നിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കും. പണത്തിനൊന്നും വില ഉണ്ടാവില്ല, സമ്പത്തിന് വില ഉണ്ടാവില്ല, നമ്മുടെ തടി കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഓട്ടം നമ്മളിലേക്ക്, ദൈവത്തിൻ്റെ ഒരു ശിക്ഷ നമ്മളിലേക്കൊക്കെ എത്താണ്ട്. കാരണം അതിനകത്ത് അഹങ്കരിച്ചു നമ്മൾ. ഓരോ കല്യാണങ്ങളും അല്ലെങ്കിൽ ഓരോ നമ്മളെ പ്രവർത്തികളും നമ്മൾ ആർഭാടിച്ച് അഹങ്കരിച്ച് അഹങ്കാരത്തിൻ്റെ അതിരുവിട്ട് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ മറക്കണേ നമ്മൾ. മറ്റുള്ളവൻ്റെ അവകാശമായ പാവപ്പെട്ടവൻ്റെ നീതിയായ അർഹതപ്പെട്ട സക്കാത്ത് പോലും നമ്മൾ കൊടുക്കാൻ പഠിക്കുന്നു. അവർക്ക് നമ്മുടെ മുന്നിൽ കണ്ണീരോടെ വരുമ്പോൾ നമ്മളെ ഗേറ്റ് അടച്ചിട്ടിട്ട് ശല്യങ്ങൾ വന്നുകൊണ്ട് ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സന്തോഷിച്ച് വീട്ടിലിരിക്കുന്നു. പക്ഷേ നാളെ നമുക്കും ഒരുപാട് ഗതികേട് വരും. അന്ന് നമ്മൾ ചിന്തിക്കും എല്ലാ മുതലും ഞാൻ കൊടുക്കാം, ഇന്നൊന്ന് ഇതിന് രക്ഷപ്പെടുത്തിയാൽ മതി പടച്ചോനെ എന്നുള്ള ഒരു കരച്ചിൽ നമുക്കൊക്കെ വരും. നമ്മൾ ആകെയുള്ള പ്രതീക്ഷ ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ മറ്റുള്ളവനെ സഹായിച്ച് അവരിൽ നിന്ന് കിട്ടുന്ന പ്രാർത്ഥന മാത്രമായിരിക്കും നമ്മുടെ യഥാർത്ഥ സമ്പത്ത്. ഓരോ മനുഷ്യരും
വളരെ നന്മയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യന് നല്ല വഴി ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വഴിയാണ് കാണുന്നത്. അത്രയും നന്മയിലേക്ക് നമ്മളൊക്കെ ഓടി ഇറങ്ങിയാൽ 100% കൊറോണ അല്ല, അതിലെക്കാട്ടും വലിയ രോഗം നാടിനെ പിടിക്കാൻ വന്നാലും നമുക്ക് കാവൽ, ദൈവത്തിൻ്റെ കാവൽ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. ഇങ്ങനെ ഉസ്മാൻ ഖാനും അതിലുള്ള 100 ഉസ്മാൻ ഖാന്മാർ വന്നാൽ നമ്മുടെ നാട്ടിൽ ഓരോ ഏരിയയിലും പാവപ്പെട്ട ആളുകൾ അവരെ സന്തോഷിക്കും, അവരെ പ്രാർത്ഥന നമുക്കുണ്ടാവും. നമ്മളെ ജീവിതത്തിൽ യഥാർത്ഥ സമ്പത്തും അത് മാത്രമേ കാരണം നാട്ടിലെ ഒരു സമ്പത്തും നമുക്കുള്ളതല്ല. 6 അടി മണ്ണിലേക്കുള്ളൊരു യാത്ര നമുക്കൊക്കെ ഉണ്ട്. അതിൽ നിന്ന് വിട്ടുവീഴ്ച നമുക്കാർക്കില്ല. നമ്മളെ പുതപ്പിച്ച് കുളിപ്പിച്ച് നമ്മുടെ ആ കട്ടിലിൽ കയറ്റി ഒരു യാത്ര ഉണ്ട്. അതിങ്ങനെ കൊണ്ടുപോയി ഞാൻ എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് പോയപ്പോൾ അതിൻ്റെ അടുത്ത് കുഴിച്ച കബറ് കണ്ടിരുന്നു. അതിലൊന്ന് ശരിക്കും മറിഞ്ഞു തിരിഞ്ഞ് കിടക്കാൻ പോലും കഴിയില്ല. ആ കബറിലേക്കാണ് നമ്മളെ കൊണ്ടാക്കുക. ആ വീടാണ് നമ്മളെ യഥാർത്ഥ വീട്. അതിൽ സുഖത്തോടെ സന്തോഷത്തോടെ നമുക്ക് കഴിയണമെങ്കിൽ മനുഷ്യൻ്റെ പ്രാർത്ഥന നമുക്ക് ആവശ്യം. ദൈവത്തിൻ്റെ കാരുണ്യം നമുക്ക് പരിപൂർണമായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാവണം. ആ സമ്പത്താണ് നമ്മളെ കയ്യിലുണ്ടാവുള്ളൂ. ഇൻഷാ അല്ലാഹ്. ഇനി ഇവിടെ പ്രത്യേകം എടുത്ത് പറയാനുള്ളത്, ഇവിടെ നമുക്കൊക്കെ മാതൃകാപരമായ ഒരു മെമ്പറുണ്ട്, ആബിദ് എന്ന് പറഞ്ഞിട്ട്. ആബിദ് എന്ന് പറഞ്ഞാൽ ഏത് വാർഡിൽ നിന്നാലും അദ്ദേഹം ജയിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ കാരുണ്യ പ്രവർത്തനം അങ്ങനെ സാധാരണക്കാരെ ആര് കൂടാലും ഓൻ്റെ രാഷ്ട്രീയമോ ജാതിയോ മതം നോക്കാതെ അവനെ സഹായിക്കുന്ന മനുഷ്യനാണ് ആബിദ്. ഇപ്പോൾ ആബിദിൻ്റെ മുൻ വാർഡിൽ ആബിദിൻ്റെ ഒരു പെങ്ങളുട്ടി നിന്നിട്ടുണ്ട്. അതും അതേമാതിരി വിജയിച്ച് ആബിദിൻ്റെ പാത പിന്തുടരാനാണ് ആ സഹോദരിക്കും താല്പര്യം. അങ്ങനെ നന്മകൾ മാത്രം നാട്ടിൽ വരട്ടെ. നമ്മുടെ കേസ് കമ്മ്യൂണിറ്റി ആക്കാം. ഞാൻ ഉസ്മാക്കാണ്ട് ഉസ്മാക്ക ഒറ്റ പറ്റി. ഇതാണ് നമ്മുടെ ആ വലിയ മനുഷ്യസ്നേഹി ഉസ്മാക്ക. ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഈ ഭൂമി കൊടുക്കാനും ഇതിനൊക്കെ ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെ? ഒന്നുമില്ല, നമ്മൾ എന്താണ് ഇവിടെ ഒന്നും കൊണ്ടുപോകുന്നില്ല. എൻ്റെ വാപ്പ മരിച്ചിട്ട് ഇത്രയും കാലമായി വാപ്പയുടെ പേരിൽ ഒന്നും ഭൂമി എടുക്കുകയാണ്. അപ്പോൾ അത് നല്ല നന്മ ഉള്ള ഭൂമി അല്ലെങ്കിൽ നന്മ ചെയ്തതിൻ്റെ പേരിലല്ല ഒന്നും ബാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നാളെ മരിച്ചു കഴിയുമ്പോൾ ആ റോഡ് മുതൽ ഈ കടവ് വരെ ഞങ്ങളുടെ സ്ഥലമാണ്, എൻ്റെ വാപ്പയുടെ സ്ഥലമാണ്. ആ റോഡും ഇപ്പോൾ നമ്മൾ വന്ന മെയിൻ റോഡ് മുതൽ ഈ കടവ് വരെ ഇതിലെ ഒരു ചെറിയ നടവഴിയായിരുന്നു. അത് റോഡ് കൊടുത്ത് ഞാൻ റോഡ് കൊടുക്കാൻ തന്നെ പാപ്പ പറഞ്ഞു, എനിക്ക് റോഡ് വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾ എന്താ ചെയ്തോളൂ, ഞാൻ പോകാനായില്ലേന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഇതാ വെള്ളം കൊടുത്ത്, ഒരുപാട് കുടുംബങ്ങൾക്ക് വെള്ളം കൊടുത്ത്, വഴി കൊടുത്ത്, അതൊക്കെ ഇന്നിൻ്റെ വാപ്പാടെ കബറിലേക്ക് തുറന്നു കിടക്കുകയാണ്. ആ ഒരു നമ്മൾ ഈ കൊടുത്ത വഴി അവിടെ കബർ തുറന്നു കിടക്കുകയാണ്. അപ്പോൾ അതുപോലെ നാളെ എനിക്ക് 4 ആൺകുട്ടികളാണ്. നാളെ എൻ്റെ മക്കൾക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല, എനിക്കെങ്കിലും ചെയ്ത് വെക്കണ്ടേ, നാളെ മരിക്കണ്ടേ. ഇപ്പോൾ നല്ല ഈ കാലം നല്ല കൊറോണ പിടിച്ച കാലം. അപ്പോൾ 2020 നമ്മൾ ലോകത്തുനിന്ന് എല്ലാ രോഗങ്ങളും വിട്ടുപിരിയട്ടെ. 2021 നല്ലൊരു നാളായി മാറട്ടെ. ഇവിടെ നിങ്ങളുടെ എല്ലാവർക്കും ഒരു പ്രചോദനമായി മാറട്ടെ. അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ സുഹൃത്ത്, എൻ്റെ പ്രിയ മിത്രം മാനുക്ക ഇന്നലെ വിളിച്ചപ്പോൾ തന്നെ ഇന്നിവിടെ എത്തുന്നു ഞാൻ കരുതിയില്ല. പക്ഷെ ഇത് 2021 ഒരു നല്ല പുലരിയായി മാറട്ടെ എന്ന് ആശംസിച്ചുള്ളൂ. അപ്പോൾ കേട്ടല്ല ബഹുമാനനായ ഉസ്മാൻ ഖാൻ്റെ വാക്കുകൾ. അതായത് അദ്ദേഹം ഒരു ആശംസ കൂടി നമുക്ക് അറിയിച്ചിട്ടുണ്ട്. 2021 നല്ലൊരു ദിനമാകട്ടെ, അല്ലെങ്കിൽ ഒരുപാട് നല്ല സന്ദേശങ്ങൾ കിട്ടട്ടെ, അല്ലെങ്കിൽ നല്ല സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളൊക്കെ ഓർക്കുക, നന്മകൾ ചെയ്യാനും നമ്മുടെ അയൽവക്കത്ത് നമ്മൾ ശ്രദ്ധിക്കുക. വിശന്ന് കിടക്കുന്നവനെ സഹായിക്കാൻ നിൽക്കുക, മരുന്നില്ലാത്തവനെ സഹായിക്കാൻ നിൽക്കുക, വീടില്ലാത്തവന് വീടുണ്ടാക്കാനോ അല്ലെങ്കിൽ അതിനുള്ള ഭൂമി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ മാതൃകാപരമായി നീങ്ങുക. ഒരു സംശയമില്ല, ദൈവത്തിൻ്റെ കൃപ നമ്മളെ കൂടെ ഉണ്ടാവും. അതാണ് ഉസ്മാൻക പറഞ്ഞത്. എൻ്റെ വാപ്പ പോയപ്പോൾ ഒന്നും കൊണ്ടുപോയില്ല, പക്ഷേ എൻ്റെ വാപ്പാക്ക് ഞാൻ നല്ല മക്കളെ ആ പൊന്നുപ്പ ഉണ്ടാക്കിയത്. അതാണ് ഉസ്മാൻ ഖാനെ പോലുള്ള മക്കളുണ്ടായത്. അദ്ദേഹം ചെയ്യുന്ന ഈ നന്മകൾ ഇന്ന് ആ വലിയ മനുഷ്യൻ്റെ കബറിലേക്ക് എത്തുന്നുണ്ടാവും. ആ തണൽ എത്തട്ടെ. നിങ്ങളൊക്കെ ആ വലിയ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുക ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ കൂടെ ഞാൻ നന്നായി പറഞ്ഞേ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ പുതുവർഷ പുലരിയിൽ ഞങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷമുള്ള ദിവസമാണ്. കാരണം നമ്മൾ ഉസ്മാൻ സാഹിബ് അദ്ദേഹം ഞങ്ങൾ 2 മാസം മുമ്പ് ഇവിടെ വന്നിരുന്നു. നമ്മൾ പ്രമോദേട്ടൻ താല്പര്യം എടുത്തിട്ട് അദ്ദേഹം ഇവിടെ 115ഓളം ആളുകൾക്ക് വെള്ളം കിട്ടാത്തൊരവസ്ഥ, ആ ഒരു പ്രശ്നത്തിന് പരിഹാരം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറായത് വളരെയധികം എല്ലാവരെയും അത് സന്തോഷിപ്പിച്ചൊരു സുദിനമായിരുന്നു അന്ന്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്നലെ അദ്ദേഹം വിളിച്ച് പറഞ്ഞു, മാനുക്കാനെ വിളിച്ചു, ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു, ഞങ്ങൾ വയനാട്ടിലൊരു മെഡിക്കൽ കോളേജിന് ഒരു 50 ഏക്കർ സ്ഥലം തരാമെന്നൊരു സഹോദരന്മാർ 3 ആളുകൾ
അവരുടെ ആ സ്ഥലം 50 ഏക്കർ തരാമെന്ന് അത് ഞങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ പോയതായിരുന്നു. അവിടെ ഒരു പത്രസമ്മേളനം കാര്യങ്ങളൊക്കെ നടത്തി അത് പ്രഖ്യാപനം നടന്നു. ഇനി ഗവൺമെൻറ് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കും. മാനുക്കായിൽ താല്പര്യം എടുത്തിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് നമ്മളെ ഉസ്മാൻ സാഹിബ് ഞങ്ങളെ വിളിച്ചത്. മാനുക്ക, ഇങ്ങനൊരു ഉദ്ദേശം എനിക്കുണ്ട്, ഞാൻ പ്രമോദിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് ഞങ്ങൾ ഇന്നിവിടെ വന്നത്. കാരണം ഇന്നിവിടെ വരാൻ ഞങ്ങൾക്ക് അത്രയും താല്പര്യം ഉണ്ടായിരുന്നു. കാരണം ഇന്നത്തെ ഈ ഒരു ദിവസം, ഇന്ന് 2-3 സ്ഥലം കൂടി ഇന്ന് ഏറ്റെടുക്കേണ്ട ഒരു ദിവസമാണിന്ന്. വേറെ 2-3 സ്ഥലത്ത് ഞങ്ങൾ വയനാട് തന്നെ 1-2 സ്ഥലം കൂടി ഏറ്റെടുക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഉസ്മാൻ ഖാൻ്റെ ഈ കാര്യങ്ങൾ കഴിഞ്ഞ് ഇന്ന് നല്ല ദിവസം, ഒരു പുണ്യ ദിവസം, വെള്ളിയാഴ്ച ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട്. കാരണം എൻ്റെ ഉപ്പാൻ്റെ മുതലാണ്, ഇനി എൻ്റെ മക്കൾ വീണ്ടും അധ്വാനിക്കും. അവരുടെ ഇൻഷാ അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ അവർ അധ്വാനിച്ചുണ്ടാക്കട്ടെ. ഇത് ഞാൻ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ എൻ്റെ വാപ്പാൻ്റെ ആ ഒരു ഖബറിലേക്ക് അതിന് ഗുണം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഉദ്ദേശിച്ചതാണ് എന്ന് പറഞ്ഞ ആ വാക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെയധികം നമ്മളെ ഒരു മനസ്സിനെ ഉണർത്തിയ ചില വാക്കുകളാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ആളുകൾ നമ്മൾ ഇനിയും നാട്ടിലുണ്ടാവണമെന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. അവരുടെ ഒക്കെ സുഹൃത്തായ അലി സാഹിബ് ഇവിടെ അദ്ദേഹത്തിന് കൊടുക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, നമസ്കാരം എല്ലാവരോടും. എൻ്റെ പേര് അലിയാണ്. പുന്നൂക്കുളം പഞ്ചായത്തിലെ ഒരു വാർഡ് മെമ്പറാണ്, 18ാം വാർഡ് മെമ്പർ. ഉസ്മാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലം മുതലുള്ളൊരു സുഹൃത്തു കൂടെയാണ്. ചെറുപ്പകാലം മുതൽ തന്നെ ഉസ്മാൻ നാട്ടിലെ പൊതുകാര്യങ്ങൾക്ക് വേണ്ടി എല്ലാ രംഗത്തും ശക്തമായ നിലപാടോടുകൂടെ നിൽക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. പക്ഷെ ഇപ്പോഴ് ഇങ്ങനെ ഒരു സൽക്കർമ്മം ചെയ്യാൻ മനസ്സ് കാണിച്ച ഉസ്മാനെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്നും ഇത് ചെയ്യേണ്ടതെന്നും അറിയില്ല. പക്ഷേ ഈ 2021 ഈ പുലരി ഒരു നല്ല സന്ദേശം തന്നെയാണ് ഉസ്മാൻ ഈ നാടിന് വേണ്ടിയിട്ട് നൽകുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ നാടുകളിലുള്ള സാമ്പത്തികമായിട്ട് കഴിവുള്ളവരും എല്ലാവരും ഇതേപോലെ ഒരുപാട് പാവപ്പെട്ടവർക്ക് വേണ്ടി രംഗത്ത് വരണമെന്നും ഈ സമയത്ത് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഒരുപാട് നന്മ നിറഞ്ഞ, നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല, പക്ഷെ എല്ലാം ഇവിടെ തന്നെയുണ്ട്. അതിവിടെ ഉള്ളവർക്കായിട്ട് നൽകാൻ നല്ലൊരു മനസ്സ് കാണിച്ച ഉസ്മാനെ ഞാൻ വീണ്ടും വീണ്ടും അഭിനന്ദിക്കുകയാണ്. നിങ്ങളും ഇതിലെല്ലാവരും ആവുക. അതേപോലെ മാനുക്കനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ലോകത്തിന് തന്നെ അറിയപ്പെടുന്ന തരത്തിൽ മാമുക്കയുടെ നല്ല പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലും മാമുക്കാനെ വിളിച്ച ഉടൻ തന്നെ ഇവിടെ എത്തുകയും അതിനുവേണ്ടി എല്ലാ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്ത മാനുക്കാനെ ഒരുപാട് അഭിനന്ദിക്കുന്നുണ്ട്. മാനുക്കയുടെ പരിശ്രമങ്ങൾക്ക് എല്ലാവരും അദ്ദേഹത്തോടൊപ്പം സഹകരിച്ച് ഈ സൽക്കർമ്മങ്ങൾ വിജയിപ്പിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് വിനീതമായി നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. പ്രിയമുള്ളവരെ, ഇന്ന് ഇവിടെ തങ്ങൾപ്പടി 1-ാം വാർഡിൽ കെട്ടുങ്ങൽ ഭാഗത്ത് ഈ നടന്ന കാരുണ്യ പ്രവർത്തനം എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉസ്മാൻ ചോലയിൽ എന്ന വ്യക്തി ഇതിനു മുമ്പും പല കാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള ഒരുപാട് കുടുംബങ്ങൾ ഉപ്പുവെള്ളം കാരണം കുടിവെള്ളം മുട്ടിയിരിക്കുന്ന സമയത്ത് ഉസ്മാൻ സാഹിബ് എല്ലാവർക്കും ഒരുപാട് വീടുകൾക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം ഇതിനു മുമ്പ് നടത്തിയ വ്യക്തി ഈ 2021 ആദ്യ ദിവസം തന്നെ 2021 പിറന്ന ആദ്യ ദിവസം തന്നെ ഈ നാട്ടിലെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട അന്തിയുറങ്ങാൻ ഇടമില്ലാത്ത പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ട മാനുക്കാടെ നേതൃത്വത്തിൽ മാനുക്കാനെ വിളിച്ച് മാനുക്കാടെ സഹകരണത്തോടു കൂടി ഇത്തരം വലിയൊരു സത്പ്രവൃത്തി ചെയ്ത ആ മനുഷ്യൻ എന്തിനാണ് അത് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അയാളുടെ കണ്ടം ഇടറുന്നത് നമ്മൾ കണ്ടതാണ്. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ പിതാവ് സമ്പാദിച്ച് അവർക്ക് കൊടുത്തത്
ആ സമ്പാദ്യത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക്, നമ്മൾ മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല 3 കഷ്ണം തുണിയല്ലാതെ. എന്തെങ്കിലും എൻ്റെ പിതാവിൻ്റെ കബറിടത്തിലേക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി നാളെ എൻ്റെ മക്കൾക്കും അതൊരു പ്രചോദനമാവണം എന്ന് അദ്ദേഹം ആശിച്ചു, ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമായിട്ട് അതിനു വേണ്ടിയിട്ടും കൂടിയാണ് അദ്ദേഹം ഈ പ്രവൃത്തി ചെയ്തത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ആയുരാരോഗ്യങ്ങൾ സർവശക്തനായ അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മക്കൾക്കും ഈ വഴി പിന്തുടരാൻ സർവശക്തൻ തൗഫീക്ക് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരും പ്രിയപ്പെട്ട ഉസ്മാൻ്റെയും മാനുക്കാടെയും നേതൃത്വത്തിൽ ഈ നടക്കുന്ന ഈ കാരുണ്യ പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും സഹകരണവും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് മെമ്പറായതിനു ശേഷം പുതിയൊരു കാരുണ്യ പ്രവർത്തനത്തിൽ അംഗമാകാൻ കഴിഞ്ഞു. നമ്മളെ ഉസ്മാൻക ഇത്രയും വലിയൊരു മനസ്സിൻ്റെ ഉടമയാണെന്നുള്ളത് തെളിയിച്ചു. കുടിവെള്ള പദ്ധതിയായാലും ഈ സ്ഥലം കൊടുക്കലോ ഒക്കെ ആയിട്ട് നല്ലൊരു വ്യക്തിയുടെ മുദ്ര ആൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇതിലുള്ള എല്ലാവർക്കും ഈ പുതുവത്സരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്നത്തെ സുദിനം 2021 ജനുവരി 1-ാം തീയതി കാലത്ത് എഴുന്നേറ്റപ്പോൾ പ്രമോദേട്ടൻ വിളിക്കുകയാണ്, കളിക്കാൻ അങ്ങോട്ട് വരി, തങ്ങൾപ്പടി ഉസ്മാൻ എന്ന ആളുടെ വീട്ടിലേക്ക്. പെട്ടെന്ന് വന്നപ്പോഴാണ് നല്ല സുന്ദരമായ, വളരെ മനോഹരമായ അദ്ദേഹത്തിൻ്റെ സ്ഥലം പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കുവാൻ, അവർക്ക് ഒരു തണലേകാൻ വേണ്ടി അദ്ദേഹം അത് കൊടുക്കണം. അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന ആ വാക്കുകളുണ്ടല്ലോ, ഒരിക്കലും മനസ്സിൽ നിന്ന് പോണില്ല. നമ്മളൊക്കെ എന്തുണ്ടാക്കിയിട്ടെന്താ, എവിടെ, അത് ഏതുവരെ ഉണ്ട്, നമ്മളെ ഒരു ശ്വാസം നിലക്കുന്നത് വരെ. അത് കഴിഞ്ഞാൽ ഇതെല്ലാം അവകാശികൾ വേറായി. എൻ്റെ ഉപ്പ ധാരാളം ഞങ്ങൾക്ക് തന്നു. അതൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കണം. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു മനസ്സ് വെച്ച്, എനിക്ക് 4 ആൺകുട്ടികളാണ്, അവരുണ്ടായിക്കോട്ടെ, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉള്ളത് മറ്റുള്ളവർക്ക്. എന്തായാലും ഉസ്മാൻ എന്നെ പോലത്തെ വ്യക്തിത്വങ്ങൾ അതൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല കാര്യങ്ങളാണ് നമുക്ക് അന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും എല്ലാവിധ നന്മകളും നേരാണ് നമുക്ക് ഉസ്മാൻ എന്ന മഹാവ്യക്തി. നമസ്കാരം. നമ്മളെ ഉസ്മാനിക്ക മറ്റുള്ളവർക്കൊക്കെ മാതൃകയായിക്കൊണ്ട് ഇന്ന് കുറച്ച് സ്ഥലം നാസർമാൻഖാനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പാവപ്പെട്ട വീടും സ്ഥലമൊന്നുമില്ലാതെ പ്രയാസപ്പെടുന്ന, ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രിയപ്പെട്ട ഉസ്മാൻക ഇന്ന് ഈ വർഷപ്പുലരിയിൽ ഒരു സന്തോഷകരമായ ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്ന് ഉണർന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഉസ്മാൻഖാനെ പോലെയുള്ള, നാസർമാൻഖാനെ പോലെയുള്ള ഒരുപാട് നന്മ നിറഞ്ഞ മനസ്സുകളുടെ പ്രവർത്തനം കൊണ്ട് ഒരുപാട് പാവങ്ങൾക്ക് ആശ്വാസമേകുന്നു എന്നതാണ് ഇന്നത്തെ ഈ പുതുവർഷപ്പുലരിയിൽ ഏറെ സന്തോഷകരമാക്കുന്നത്. തീർച്ചയായും ഉസ്മാൻഖാനെയും നാസർമാൻഖാനെയും എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. അവരുടെ എല്ലാവിധ നല്ല പ്രവർത്തനങ്ങൾക്കും ദൈവം തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കട്ട് ചെയ്തു പറഞ്ഞു.